നമുക്ക് ഗസയിലേക്ക് ഒന്ന് പോകണം. അവിടെ വളരെ ഭീതിജനകമായ സാഹചര്യമാണ്. ഇസ്രായേലിൻ്റെ കരവ്യോമ ആക്രമണം തുടരുന്നു. ഗസയിൽ നിന്നും 10,000-കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു. പകുതിയോളം പേർ നഗരം വിട്ടതായാണ് കണക്ക്. ഐക്യരാഷ്ട്രസഭ അടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് മിഥുൻ ചേരുന്നുണ്ട്. അതിന് മുൻപ് ഡോക്ടർ SS സന്തോഷ് കുമാർ അവിടെ ആതുര സേവന രംഗത്ത് ഗസയിൽ മാതൃകയായി അദ്ദേഹം അവിടെയുണ്ട്. ഈ ദൃശ്യങ്ങൾ, ഈ കാഴ്ചകളൊക്കെ ഏറെ വേദനയോടെ വിവരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ SS സന്തോഷ്, സ്വാഗതം ന്യൂസ് 18-ൻ്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക്. സന്തോഷ്, ഞങ്ങളിവിടെ നിന്ന് ഈ വാർത്താ മുറികളിലിരുന്ന് അല്ലെങ്കിൽ കേരളത്തിലിരുന്ന് നമ്മൾ ഈ കാര്യങ്ങൾ പറയുക മാത്രമാണ്. ചില ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമാണ് ലഭിക്കുന്നത്. താങ്കൾക്കത് നേരിട്ട് അനുഭവേദ്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് താങ്കളുടെ അനുഭവം? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങൾ പുഴുക്കളെ പോലെ ചത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എത്രത്തോളം താങ്കളെ വേദനിപ്പിക്കുന്നുണ്ട്? ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നത് ഖാൻ യൂനിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നാസർ ഹോസ്പിറ്റലിലാണ്. അതുപോലെ തന്നെ അൽ മവാസിയിലെ ഒരു ഫീൽഡ് ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്നുണ്ട്. രണ്ടിടത്തും നാസർ ഹോസ്പിറ്റലാണ് ഏറ്റവും വലിയ ആശുപത്രി. ഈ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പരിക്കേറ്റവരുടെ പ്രളയം തന്നെയാണ് നടക്കുന്നത്. ഒരു ദിവസം ഒരു മണിക്കൂറിന് തന്നെ ഏകദേശം 100 മുതൽ 150 പേരാണ് ഗുരുതരമായ പരിക്കേറ്റ്, അതായത് ജീവന് ഹാനികരമായ പരിക്കേറ്റ് എത്തുന്നവർ തന്നെ ഏകദേശം 100 മുതൽ 150 വരെ അവിടെ വരും. ഈ 150 പേരെയും കിടത്താനുള്ള സ്ഥലം പോലും വാസ്തവത്തിൽ ആ ആശുപത്രിയിലെ ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റില്ല. ബെഡുകളൊക്കെയും ഈ പേഷ്യൻസ് ഒക്യുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചികിത്സ മുഴുവൻ തറയിൽ കിടന്നിട്ടാണ് നടക്കുന്നത്. തറയില് ഈ പറയുന്ന അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നു. അതുപോലെ അതിനകത്ത് ഈ വോമിറ്റേഴ്സ്, മലമൂത്ര വിസർജനം എല്ലാം അവിടെ ആ ഏരിയ ക്ലീൻ ചെയ്യാൻ പോലും സമയമില്ലാത്ത രീതിയിലാണ് രോഗികളുടെ ഒഴുക്ക്. ഇത് പ്രായഭേദമന്യേ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും അടക്കം ഇതിനകത്ത് ഈ പരിക്കേറ്റവർ വരുന്നുണ്ട്. ഇതിനകത്ത് ഏകദേശം 30% ആൾക്കാരെങ്കിലും മരിച്ചു കഴിഞ്ഞാണ് വരുന്നത്. ബാക്കിയുള്ളവർ തന്നെ തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാർക്ക് ചികിത്സ നൽകാനായിട്ട് വാസ്തവത്തിൽ വെന്റിലേറ്ററുകൾ ഇപ്പൊ ബാക്കിയില്ല. കാരണം വെന്റിലേറ്റർ എല്ലാം ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. ഗുരുതരമായ തലയ്ക്ക് പരിക്കേറ്റ ആൾക്കാർക്ക് ചികിത്സ പലപ്പോഴും കിട്ടാനില്ലാതെ അവർ മരിച്ചു പോകുന്നുണ്ട്. ചികിത്സിക്കാനുള്ള സാധന സാമഗ്രികൾ, ഈ പറയുന്ന ഇൻക്യുബേറ്റ് ചെയ്യാനുള്ള ട്യൂബുകള്, IV ലൈനുകള്, IV ഫ്ലൂയിഡ്, മുറിവ് വെച്ച് കെട്ടാനുള്ള ഗോസ്, അങ്ങനെ പഞ്ഞി, പ്ലാസ്റ്റർ ഓഫ് പാരീസ് തുടങ്ങിയ ഒരു സാധനം അത്യാവശ്യം ആന്റിബയോട്ടിക്കുകള്, മരുന്നുകള്, ബാക്കി എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്ന അവസ്ഥയാണ്. സാധനങ്ങളൊന്നും അകത്തോട്ട് ഗസയിലേക്ക് ഈ പറഞ്ഞ വരുന്നില്ല, കടത്തി വിടുന്നുമില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മരിക്കുന്നവര് അതിനെക്കാട്ടും കൂടുതലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഗസ സിറ്റിയില് ആണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗസ സിറ്റി എന്ന് പറയുന്നത് ഗസ സ്ട്രിപ്പിന്റെ നോർത്ത്, ഈ വടക്ക് ഭാഗത്തുള്ള ഒരു സിറ്റിയാണ്, ഏറ്റവും വലിയ സിറ്റിയാണ്. അവിടെ ഏകദേശം 8 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ് നിഗമനം. അതിനകത്ത് ഏകദേശം 3.5 ലക്ഷം പേരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഭാഗത്തേക്ക് ഡേർ അൽബല, അൽ മവാസി ഭാഗത്താണ് ഉള്ളത്. ഒരു 20 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 2 മില്യൺ ആൾക്കാരെ കുത്തി നിറയ്ക്കാനുള്ള ഒരു പ്ലാനാണ്. വാസ്തവത്തിൽ അത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. സൂചി കുത്താൻ പോലും. അതായത് ഈ ഇത്രയും ചെറിയ സ്ഥലത്ത് ഇത്ര അധികം ജനങ്ങളാണ്. അപ്പൊ ഇവർക്കുള്ള ഭക്ഷണം വേണം, താമസിക്കാൻ സ്ഥലം വേണം, താങ്കൾ പറഞ്ഞതുപോലെ പരിക്കേറ്റവർക്കുള്ള മരുന്ന്, അത്തരം സൗകര്യങ്ങൾ വേണം, ചികിത്സിക്കാൻ ഡോക്ടർമാർ വേണം. ഇതൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ അങ്ങനെയുള്ള മരണങ്ങൾ കൂടി, ഈ പട്ടിണി കൊണ്ടുള്ള മരണങ്ങൾ കൂടി സംഭവിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. പട്ടിണി കൊണ്ട് മരണം മാത്രമല്ല, അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതിഗുരുതരമാണ്. കാരണം ഭക്ഷണം ഇല്ല. എന്തെങ്കിലും ചെറിയ ഭക്ഷണമുള്ള ആൾക്കാരിൽ നിന്നും ഭക്ഷണം പിടിച്ചു വാങ്ങിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് പിടിച്ചു വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന കലാപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വീട്ടിലെ ആണുങ്ങൾ ഇല്ലാതെ മരിച്ചു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഇതുപോലെ ഈ പറഞ്ഞ ഭക്ഷണം കിട്ടുവാനായിട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരുന്നുണ്ട്. സ്ത്രീകളടക്കം മരിച്ചു വീഴുന്നുണ്ട്. കുട്ടികളെ നോക്കാൻ ആളില്ലാതാകുന്നു. കുട്ടികളെ ഇറങ്ങി നടക്കുന്നു. കുട്ടികളൊക്കെയും ഈ പറയുന്ന
അവസാനം ഈ പറഞ്ഞ പല പല വാഹനങ്ങളിലൊക്കെ കയറി എങ്ങോട്ടേക്കോ പോയി. അവസാനം അവരും ഈ പറയുന്ന വെടിവെക്കുന്ന ഈ പറഞ്ഞ ഫ്രണ്ട് ലൈനിന്റെ അടുത്തൊക്കെ എത്തിപ്പോകുന്നു. അവിടെ അവർ നോക്കുമ്പോൾ ഈ പറഞ്ഞ വെടിവെച്ച് കേൾക്കുമ്പോൾ അവര് വെടിവെച്ച് നേരെ നിഷ്കളങ്കരായി നടന്നെടുക്കുന്നു. അവർക്ക് മുഴുവൻ പരിക്കേൽക്കുന്നു. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഗുരുതരമായ പരിക്കേൽ. കാരണം അവർക്ക് അവരെ ഓടാനോ അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഈ എന്ത് ചെയ്യണമെന്നറിയാം അന്ധാളിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ മുഴുവൻ ഈ വെടിയുണ്ടകളും നമ്മൾ കാണുന്ന കാഴ്ച മിക്കവാറും കുട്ടികളിലൊക്കെ ഈ മരിച്ചു തന്നെയാണ് വരുന്നത്. ഇവർക്ക് നോക്കാനും ഈ പറയുന്ന ഈ ഒരു വീട്ടിലൊക്കെ ഏകദേശം ഒരു ടെന്റിലൊക്കെ 15 മുതൽ 20 പേരൊക്കെയാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് പകലൊന്നും ഒരു 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 സ്ഥലം പോലും ഇല്ല. റോഡ് നിറച്ചും ഈ പറഞ്ഞ കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവര് വണ്ടി ഇടിക്കുന്നു, അവർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ ഇത് മൂലമുണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വേറെ വശത്താണ്. അതുപോലെ ഈ പറഞ്ഞ ഭക്ഷണമില്ലാതെ ഉണ്ടാകുന്ന കുപോഷണം, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടാകുന്ന വയറ്റിളക്ക രോഗങ്ങള്, ശ്വാസകോശ ഈ ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങള്, അങ്ങനെ ഒരു നരകമായി ഇവിടെ മാറിയിരിക്കുകയാണ്. അതിന് പുറത്തുകൂടെയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള ഗസ സിറ്റിയിൽ നിന്നും ഡെയർ അൽബലയിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ എങ്കിലും ഉണ്ട്. ഈ 25 കിലോമീറ്റർ താണ്ടിയാണ് വരേണ്ടത്. ആ വഴിയില് വരാനായിട്ട് വലിയ ട്രക്കുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. വലിയ ട്രക്കുകൾക്കാണെങ്കിൽ ഒരു ട്രക്കിന് വാടക പോലും $1000, ഏകദേശം 1 ലക്ഷം അടുപ്പിച്ച് രൂപ വരും. ഇതൊന്നും അവർക്ക് പൈസയില്ല. കയ്യിലുള്ള പൈസ എടുക്കാൻ പോയാൽ പോലും ഈ അവിടെ ഉണ്ടാവുന്ന ലോക്കൽ ബാങ്കുകൾ നടത്തുന്ന ആൾക്കാർക്ക് ഈ 1000 രൂപ എടുക്കുകയാണെങ്കിൽ കയ്യിൽ കിട്ടുന്ന ഏകദേശം 700 രൂപ 300 രൂപയും കമ്മീഷനായി കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ കയ്യിലെ പൈസ മുഴുവൻ ആൾക്കാർക്ക് തീരുന്നു. ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു. വീടൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഗസയിലേക്ക് ആൾക്കാർ ഈ മുമ്പൊക്കെ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തുമെന്നുള്ള ധാരണയെങ്കിലും അവർക്കുണ്ടായിരുന്നു. അതായത് അവർക്ക് തിരിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് എത്തുന്നെങ്കിൽ പോലും അവര് മനസ്സോടെ വരുന്നവരല്ല. അവരെ നിർബന്ധിച്ച് ഈ ബോംബാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയൊക്കെയാണല്ലേ അവരെ അങ്ങോട്ടേക്ക് മാറ്റുന്നത്. ഭീഷണിയല്ല, ഈ പറയുന്ന നിങ്ങളിപ്പോ അവർക്ക് കിട്ടുന്ന മെസ്സേജ് 1 മണിക്കൂറിനകം നിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ മുഴുവൻ ബോംബ് ഇടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിൽക്കാൻ കഴിയുക? അവരുടെ വീടാണ്. വീടിൽ നിന്നൊക്കെ എന്ത് സാധനം എടുക്കാനും കഴിയും? ഒരു സാധനം എടുക്കാൻ കഴിയില്ല. അവർക്കറിയാം. ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചു വരുമെന്നെങ്കിലും ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോ എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് പോകാൻ പറ്റും. ഇപ്പൊ അവർക്ക് തീർച്ചയായിട്ടും അവരറിയാം അവർ അവസാനമായിട്ടാണ് അവരുടെ വീട് കാണുന്നതെന്നും ആ വീട് ഇനി അവിടെ ഉണ്ടാകില്ലെന്നും അവിടെ തരിശായി പോകുമെന്നും അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് വാല്യൂബിൾസ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അത് തീർച്ചയായും അതിന്റെ ഭാരം കൂടുതലായിരിക്കും. എന്നാൽ പോലും അതൊക്കെ എടുത്തുകൊണ്ട് 25 കിലോമീറ്റർ അടക്കം നടന്നാണ് ആൾക്കാർ പല വഴിയിലൂടെ നടന്നതാണ്. ആ വഴിയൊക്കെ മുഴുവൻ ചെളിയും മുരണ്ട് പൊടിയും അടിച്ച് നടക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഇപ്പൊ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഈ 25 കിലോമീറ്റർ ഈ ട്രക്കിൽ വരുന്നെങ്കിൽ പോലും 8 മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. ബാക്കി ഇത് ഭയങ്കര ചിലവേറിയ പരിപാടി ആയതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നടന്നാണ് ഏറ്റവും കൂടുതൽ വേറെ വഴിയിലൊക്കെ നടന്നാണ് പോകുന്നത്. അപ്പോ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പരിക്ക്, കെട്ടിടത്തിനകത്ത് പരിക്കേറ്റ് ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് പരിക്കേറ്റ ആൾക്കാരെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുമില്ല. കാരണം അവരെ കുറിച്ച് കണക്കെടുക്കാനോ അവരെവിടെയാണെന്നോ നോക്കാൻ പോലും അതിനെ രക്ഷപ്പെടുത്താനോ ഒന്നും പോലും കഴിയത്തില്ല. അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും എത്തുന്ന ആൾക്കാരും മരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് കെട്ടിടത്തിനകത്ത് കുടുങ്ങിയും കിടക്കുന്നവരും പ്രായമുള്ളവരും വികലാംഗരും ഒക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ആർക്കും ഒന്നും തന്നെയില്ല. ആശുപത്രികൾക്കകത്ത് ഇതുപോലെ ഭീഷണി വരുമ്പോൾ ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന ആൾക്കാരും വെന്റിലേറ്ററിൽ കിടക്കുന്ന ആൾക്കാരും ഉപേക്ഷിച്ചിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഓടാനല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. സാധനങ്ങൾക്കാണെങ്കിൽ എല്ലാത്തിനും തീ പിടിച്ച വിലയാണ്. 1 കിലോ പഞ്ചസാരയ്ക്ക് ഏകദേശം $60 ഒക്കെയാണ് ഇപ്പോ വന്നത്. കഴിഞ്ഞ ദിവസം അത് $100 ഒരു $100 എന്ന് വെച്ച് കഴിഞ്ഞാൽ 8800 രൂപയൊക്കെയാണ്. 1 കിലോ ആട്ടയ്ക്ക് $40 ആണ്. ഒരു കിലോ ആട്ടയ്ക്ക്. 1 കിലോ അരിക്ക് $25 ആണ്. ഇതെല്ലാം ജീവിതത്തിനകത്ത് അവർക്ക് ഇനി ബാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുകയും അവർക്ക് ഈ ടെന്റ് പോകുന്ന സ്ഥലത്ത് അഥവാ താമസിക്കാൻ ഒരു തുണ്ട് ഭൂമി കിട്ടിയാൽ പോലും അവിടെ ടെന്റ് ഉണ്ടാക്കാനുള്ള സാധന സാമഗ്രികൾ പോലും ഇല്ലാതാവുകയും അവർ
ഈ പറഞ്ഞ ആകാശത്തിന് കീഴിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ് ബഹുഭൂരിപക്ഷം പേർക്കും ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇനി അവിടെ ഈ പറയുന്ന അൽ മവാസി തൊട്ട് ഡേർ എൽബര വരെ ഉള്ള ഭാഗത്തേക്ക് താമസിക്കാൻ ഒരു തുണ്ട് ഭൂമി ബാക്കി അവിടെ ഇല്ല. താങ്കൾ ഒരുപാട് കടപ്പുറത്ത് യുദ്ധപ്രദേശങ്ങൾ താങ്കൾ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഉക്രൈനിലെയൊക്കെ അനുഭവം താങ്കൾ പങ്കുവച്ചിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ അനുഭവത്തിലും ഇത്ര വലിയ ഭീതിജനകമായ ദയനീയമായ സാഹചര്യം താങ്കളുടെ അനുഭവത്തിലുമൊക്കെ ആദ്യമായിരിക്കും അല്ലേ? ഇത് തീർച്ചയായിട്ടും ഞാൻ ഏകദേശം 40 രാജ്യങ്ങളിലെങ്കിലും പല യുദ്ധങ്ങളിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അതിഭീകരമായിട്ടുള്ള ഒരു ജനോസൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഇതിനല്ലാതെ ജനോസൈഡ് എന്ന് വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇത്രയും ആൾക്കാര് ഈ പറയുന്നത് ഈ ഭാഗത്ത് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഒരു 20 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 2 മില്യൺ ആൾക്കാർ കുത്തി നിറച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, അതിന് പുറത്ത് ബോംബിങ്ങും, ചികിത്സിക്കാനുള്ള സാധന സാമഗ്രികളില്ലാതെ, മുറിവുകൾക്ക് പഴുപ്പടിച്ചിട്ടും ശ്വാസകോശ രോഗങ്ങൾ വന്നിട്ടും ഒക്കെ ഒരു കൂട്ടക്കുരുതി തന്നെയാണ് അവിടെ ഇനി നടക്കാൻ പോകുന്നത്. ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുള്ള ചികിത്സിക്കാനോ അല്ലെങ്കിൽ ആളെ പുറത്ത് കൊണ്ടുപോകാനോ, ഇവർക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക്, ഈജിപ്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് പോലും പോവാൻ പോലും പറ്റാത്ത സ്ഥിതി വിശേഷമാണുള്ളത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. നന്ദി ഡോക്ടർ സന്തോഷ്. അദ്ദേഹം അവിടെ സ്തുത്യർഹമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. മാസങ്ങളായി അദ്ദേഹം ആ മേഖലയിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. MG മിഥുൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ അനുഭവം അദ്ദേഹം നേരിട്ട് അവിടെ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നേരിട്ട് കണ്ട അനുഭവമാണ്. നമുക്കും ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഇതിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൂടുതൽ ആയുധങ്ങൾ, കൂടുതൽ സേന, കൂടുതൽ ടാങ്കറുകളൊക്കെ ഇസ്രായേൽ ഗസയിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനവട്ട പോരാട്ടത്തിലേക്ക്, അവസാന ആളെ വരെ ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? രജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ് കരുതേണ്ടിയിരിക്കുന്നത്. കാരണം കരയുദ്ധം കൂടുതൽ കനക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏകദേശം 20,000-ഓളം ഇസ്രായേൽ സൈനികർ ഇപ്പോൾ പൂർണ്ണമായും ഈ ഗാസ സിറ്റി വളഞ്ഞിട്ടുണ്ട്. 4 മേഖലയിൽ നിന്നായി, ഒപ്പം തന്നെ ടാങ്കറുകളുടെയും സർവ്വ യുദ്ധ സന്നാഹത്തോടു കൂടിയാണ് ഇസ്രായേൽ സേന ഗാസ സിറ്റി വളയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവർ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളോട് പറയുന്നത്, നിങ്ങൾ തെക്കോട്ടേക്ക് പോകൂ, തെക്കൻ ഗാസയിലേക്ക് പോകൂ, അതിനുവേണ്ടി 48 മണിക്കൂറേക്ക് ഇതിൻ്റെ പാത തുറന്നിടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ സേന നൽകുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തുള്ള ജനങ്ങൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ചോദ്യങ്ങളുണ്ട്. കാരണം ഞങ്ങൾ എവിടേക്ക് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നു തെക്കോട്ടേക്ക് പോകാൻ, പക്ഷേ അവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. മറ്റൊന്ന്, അവിടെ ഭക്ഷ്യക്ഷാമം അത് വളരെ രൂക്ഷമായിരിക്കുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ആ പോകുന്ന പാതയിൽ വലിയ രീതിയിൽ ആക്രമണം നടക്കുന്നുണ്ട്. അവിടെയും ബോംബിംഗ് എപ്പോഴും നടക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയും സുരക്ഷിതമല്ലാത്ത സാഹചര്യം, അതായത് പലസ്തീനിലെ ഒരു സ്ഥലം പോലും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഗാസയിൽ ഒരിടത്തും പോലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള പ്രതികരണമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നത്. 65,000-ലധികം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ നിന്ന് മരിച്ചു വീഴുകയും ചെയ്തിട്ടുണ്ട്. 1000-ലധികം പേർ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്നുള്ള ഒരു അനൗദ്യോഗിക വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും പക്ഷേ ഇസ്രായേൽ സേന പറയുന്നത് ഈ ഗാസ സിറ്റിയിൽ 3000-ലധികം ഹമാസിന്റെ സേനാംഗങ്ങൾ ഇപ്പോഴും അവിടെ അധിവസിക്കുന്നുണ്ട്. അവരെ കീഴ്പ്പെടുത്തിയ ശേഷം മാത്രമേ തങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകൂ. അവസാന ആണിയും ഊരിയതിനു ശേഷം, അവസാന ഹമാസിന്റെ നേതാവിനെയും അംഗത്തെയും കൊലപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ള ഒരു ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്നലെ ഇസ്രായേൽ ക്യാറ്റ്സ്, അവരുടെ പ്രതിരോധ മന്ത്രിയുടെ ഒരു പ്രതികരണം ഇങ്ങനെയാണ്. അതായത് ഗാസയിലെ ആകാശത്ത് തീമഴ പെയ്യിക്കുന്നു എന്ന രീതിയിൽ ഉള്ള വലിയ പ്രതികരണം. ഒപ്പം തന്നെ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നു പലയിടങ്ങളിലും. അതായത് 1600-ലധികം ടെന്റുകളും 1300-ലധികം കെട്ടിടങ്ങളും ഇതിനോടകം തന്നെ ഇസ്രായേൽ സേന ഈ കരയുദ്ധത്തിന്റെ ഭാഗമായി തകർത്തിട്ടുണ്ട്. വ്യോമമാർഗം പല മേഖലകളിലും ബോംബ് വർഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ കെട്ടിടങ്ങളിൽ പകുതിയിലേറെയും ഹമാസിന്റെ അംഗങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടങ്ങളാണ്. അവ പൂർണ്ണമായും തരിപ്പണമാക്കിയതിനു ശേഷം മാത്രമേ അവിടെ നിന്ന് പിന്നോട്ട് പോകൂ, ഈ നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകൂ എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോഴും അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ലോകരാജ്യങ്ങളുടെയൊക്കെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെയൊക്കെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യം. അതൊക്കെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിലൊന്നും തന്നെ പിന്നോട്ട് പോകില്ല എന്ന് ശക്തമായി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതാണ് ഐക്യരാഷ്ട്രസഭ അടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ്. MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.